നമുക്ക് സ്ക്രിപ്റ്റ്സ് ആഡ് ചെയ്യാനായിട്ട് സാധാരണ നമ്മൾ ഹെഡ് ടാഗിനകത്താണ് ഇത്രയും നേരം ആഡ് ചെയ്തത്. നമുക്ക് ഹെഡ് ടാഗിനകത്ത് തന്നെ കൊടുക്കണം എന്ന് നിർബന്ധമില്ല, വേണമെങ്കിൽ ബോഡി ടാഗിനകത്തും കൊടുക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ കാണാം HTML ഹെഡ് ടൈറ്റിൽ എന്നിട്ട് ജാവാസ്ക്രിപ്റ്റ് വാലിഡേഷൻ ഹെഡിങ് ആണ് ഇവിടെ കൊടുത്തത്. ടൈറ്റിൽ ക്ലോസ് ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തു. ബോഡിയുടെ അകത്ത് ഫോം നെയിം കൊടുക്കണു FRM വാലിഡ്. അത് കഴിഞ്ഞ് സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ് എന്ന് കൊടുത്തു. ഫംഗ്ഷൻ ചെക്ക് ഡാറ്റ, നമ്മൾ ചെക്ക് ഡാറ്റ എന്ന പേരിലാണ് ഒരു ഫംഗ്ഷൻ അവിടെ കൊടുത്തത്. ഇനി വാർ ആർ നമ്പർ, അതായത് രജിസ്റ്റർ നമ്പറാണ് കൊടുക്കാൻ പോണത്. ആർ നമ്പർ ഈക്വൽ ടു ഡോക്യുമെൻറ്റ് ഡോട്ട് FRM വാലിഡ് ഡോട്ട് TXT REG നമ്പർ ഡോട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന രജിസ്റ്റർ നമ്പറാണ് അതിലേക്ക് സ്റ്റോർ ചെയ്യണേ. ഇഫ് RNO ഈക്വൽ ടു ഡബിൾ കോഡ്സിൽ സ്പേസ് ആണെങ്കിൽ അലേർട്ട് പ്ലീസ് എൻറ്റർ രജിസ്റ്റർ നമ്പർ. അപ്പോൾ വേക്കൻറ്റ് സ്പേസ് ആണെങ്കിൽ അവിടെ നമ്മൾക്ക് പ്ലീസ് എൻറ്റർ രജിസ്റ്റർ നമ്പർ എന്ന് പറയുമ്പോൾ അത് എൻ്റർ ചെയ്യണം, എന്നിട്ട് റിട്ടേൺ ചെയ്യാം. ഇഫ് ഈസ് നാൻ ആർ നമ്പർ, അതായത് നമ്മൾ ഈസ് നോട്ട് എ നമ്പർ എന്ന ഫംഗ്ഷൻ വെച്ചിട്ട് ആർ നമ്പറിനെ ചെക്ക് ചെയ്താൽ അലേർട്ട് ഇൻവാലിഡ് രജിസ്റ്റർ നമ്പർ. നോട്ട് എ നമ്പർ പറ്റില്ല, കാരണം രജിസ്റ്റർ നമ്പർ എപ്പോഴും നമ്പറായിട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ഫംഗ്ഷനിൽ നമുക്ക് ഡിസ്പ്ലേയിൽ കാണിക്കുന്നത് എന്താ വെച്ചാൽ ഇൻവാലിഡ് രജിസ്റ്റർ നമ്പർ, നമ്മുടെ രജിസ്റ്റർ നമ്പർ ശരിയല്ല, അപ്പോൾ വേറെ നമ്പർ എൻ്റർ ചെയ്യണം എന്നാണ് അവിടെ കാണിക്കുന്നത്. അതായത് നമ്പർ തന്നെയായിരിക്കണം അവിടെ കൊടുക്കുന്നത്, നോട്ട് എ നമ്പർ അല്ല. അപ്പോൾ നോട്ട് എ നമ്പർ എന്ന കണ്ടീഷൻ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ്, എന്നിട്ട് റിട്ടേൺ ചെയ്യുന്നു.